ചാമനാടാണ്. കമ്പനിയുടെ ITC റാങ്കിൽ നിൽക്കുന്ന ശരൺകുമാർ സാറാണ് ഈ ഓപ്പർച്യൂണിറ്റി തന്നത്. ശരൺ എൻ്റെ സുഹൃത്താണ്. സാറേന്നൊന്നും അല്ല അന്ന് വിളിച്ചിരുന്നത്, കൂട്ടുകാരനായതുകൊണ്ട് തന്നെ കുറേ ചീത്തയൊക്കെ വിളിച്ചിരുന്നു ഈ ഇൻഡസ്ട്രി പരിചയപ്പെടുത്തിയപ്പോൾ. പക്ഷേ ഈ ഇൻഡസ്ട്രി അല്ല എന്നെ പരിചയപ്പെടുത്തിയത്, പ്രോഡക്റ്റാണ്. അദ്ദേഹം കുറേ തവണ ഈ ബിസിനസ്സിനെ പറ്റി പറയാൻ ശ്രമിച്ചിട്ടൊന്നും ഞാനിത് കേൾക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുന്ന നമ്മളുടെയൊക്കെ ഗ്രേറ്റ് ഡയമണ്ട് ലീഡറായിട്ടുള്ള അനീഷ് സാർ ഞാൻ നടത്തുന്ന തയ്യൽ കടയിൽ വരികയും സാറ് എക്സ്പീരിയൻസിൽ പറയും, കാര്യം കൈ ഇങ്ങനെ കട്ടളയിൽ വെച്ച് നിന്നോ അതോട്ട് കയറ്റിയില്ല, വേറൊന്നുമല്ല, ഒരു ഓണക്കാല സമയമായതുകൊണ്ട് തന്നെ ഒരു ചുരിദാർ തയ്ച്ചുകൊണ്ടിരിക്കുമായിരുന്നു തയ്യൽക്കടയിൽ. സാറ് അകത്തോട്ട് കയറി കുറേ സമയം പോയാലോ എന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിനെ കേട്ടാതെ നിന്നാണ്. പക്ഷേ സാറിന് ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള കുറേ ആളുകളെയൊക്കെ ഡീൽ ചെയ്ത് അറിയാവുന്നതുകൊണ്ട് സാർ എന്നോട് ഒരല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചു. വെള്ളം എടുക്കാൻ തിരിഞ്ഞ സമയത്ത് കടയ്ക്കകത്തേക്ക് കയറി. പിന്നെ ഒരു ആണൊരുത്തനല്ലേ വന്നതെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തൊരു കസേരയും കൊടുത്തു. അത്രമാത്രമേ ഞാൻ ചെയ്തുള്ളൂ. മിഥുൻ പറഞ്ഞ മാതിരി എന്നെ തള്ളിയിട്ടു. ഞാനിതിനകത്ത് വീണു, കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി. ആദ്യം എനിക്ക് തോന്നിയത് ഈ അവസരത്തിൽ വന്ന് ഞാൻ പെട്ടതാണ്. കാര്യം എന്താണെന്നറിയോ, കഴുത്തിൽ കിടന്നൊരു ചെറിയ മാല ഉണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് ഗൾഫിൽ പോയി 10 വർഷം കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്ന് തന്ന ആ മാല, അത് പണയം വെച്ചിട്ടാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. കാര്യം എൻ്റെ ബാങ്കിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, ചോദിച്ചാൽ തരാൻ പറ്റുന്ന കൂട്ടുകാരും ബന്ധുക്കാരും ഒന്നും ഉണ്ടാവാഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ എന്ത് വിചാരിച്ചു, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടെന്ന് വിചാരിച്ചാണ് ആ മാല പണയം വെച്ചതെങ്കിൽ 2-3 ദിവസം ഞാൻ വീട്ടിലാരും കാണാതെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയെങ്കിൽ 3-ാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡ് കണ്ടുപിടിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിന്റെ മാല എന്തെന്ന്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ശരൺ ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി കുശുമ്പും കൂടെ പറയാം. കാരണം ശരൺ എൻ്റെ അടുത്ത് നിന്ന് കുറേ പൈസ കടം മേടിച്ചിട്ടുണ്ട്, കുറേ ഗോൾഡ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഭണ്ഡാരക്കുട്ടിയിൽ ഇട്ടോലെ അവൻ ഇപ്പോഴും എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾ കൈയടിക്കണം. പക്ഷെ അന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഇന്ന് 60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ കമ്പനിയിൽ നിന്ന് മേടിച്ചു തരാൻ അവനൊരു കാരണക്കാരൻ പറയുന്നത്. പക്ഷേ ഈ മാല കൊണ്ടുവന്നിട്ട് വീട്ടോട്ട് ചെന്നാൽ മതി. നിലവിൽ താമസിക്കുന്നത് വാടക വീടാണ്. വാടക കൊടുക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങി ആളുകൾക്ക് കൊടുത്തതെങ്കിൽ ഇദ്ദേഹം എന്നെ പ്രതിസന്ധിയിലാക്കി. ഈ മാല എങ്ങനെയെങ്കിലും പണയത്തിൽ നിന്ന് എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് വരുന്ന ആളുകൾക്കൊക്കെ നിർബന്ധപൂർവ്വം, എനിക്ക് തോന്നുന്നു കിട്ടിയ വിലക്കെങ്ങാനൊക്കെയാണ് കൊടുത്തത്. പക്ഷേ പണയത്തിൽ നിന്ന് എടുത്ത് തിരിച്ചു വരുമ്പോൾ ഒരു 1200 രൂപ എൻ്റെ കയ്യിൽ മിച്ചം പിടിക്കാൻ കിട്ടിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സാധാരണ നമ്മൾ ഗോൾഡ് പണയം വെച്ചാൽ 1200 രൂപയും കൂടെ കൂട്ടി വയ്ക്കുന്ന ഒരാളായിരുന്നു ഞാൻ, അല്ലേ? നിങ്ങളൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല ആണല്ലേ? ആണ്. ആ സാഹചര്യത്തിൽ 1200 രൂപ കിട്ടിയപ്പോൾ ഈ പ്രോഡക്റ്റിന് എന്തോ പ്രോഫിറ്റ് കിട്ടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പിന്നീട് ഞാൻ ചെയ്യാൻ നിന്നില്ല. കാരണം എന്താണെന്നറിയോ, പിന്നെ പണയം വെച്ചാൽ വീട്ടിൽ പിന്നെ വഴക്കാവുമല്ലോ എന്ന് വിചാരിച്ചു. ആ പൈസ എടുത്തു, കാര്യങ്ങളൊക്കെ സാധിച്ചു. ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കടയിലേക്ക് വന്ന പല ചേച്ചിമാരും എന്നോട് ചോദിച്ചു, അന്ന് തന്ന ഒരു എണ്ണ തരുമോ, അന്ന് തന്ന ഒരു പേസ്റ്റ് തരുമോ, അന്ന് തന്ന ഷാമ്പു തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ശരണ്ണെ വീണ്ടും വിളിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതിനകത്ത് എണ്ണയും പേസ്റ്റും സോപ്പൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യണം, ഇതിനുള്ളിൽ കിടക്കുന്ന വേരെന്താണെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാൻ പാടെന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു, എറണാകുളത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, ഇതിനുള്ളിൽ കിടക്കുന്ന വേരെന്താണെന്ന് അറിയാനുള്ള ക്ലാസ് ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ആ വേരുകൾ തേടി പോയ ഞാൻ ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് വേരുകളുള്ള ഒരു ലീഡറായിട്ട് മാറാനായിട്ട് ഈ ഓപ്പർച്യൂണിറ്റിയെ സഹായിച്ചു. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ കാണുന്നത് നമ്മളുടെയൊക്കെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള അനീഷ് സാറും അനൂപ് സാറും അതുപോലെ തന്നെ ചാൾസ് സാറും അതുപോലെ പേരറിയാത്ത കുറെ ആൾക്കാർ, അവരൊന്നും ഇന്ന് ഈ സ്റ്റേജിലും ഇല്ല, ഈ ഫ്ലോറിലും ഇല്ല, MIയിലും ഇല്ലെങ്കിൽ അന്ന് ഒരൊറ്റ ആളാണ് ഈ ബിസിനസ് എത്തിക്സ് ഉള്ളതാണോ എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് മുമ്പേ സംസാരിച്ചു പോയ ചാൾസ് സാർ. കാരണം അദ്ദേഹം വന്ന് തഹസിൽദാറാണ്. അപ്പൊ നാട്ടിൽ മുഴുവൻ കേൾക്കുന്നത് തട്ടിപ്പാണ്, അല്ലേ? പൈസ കൊണ്ടുപോയി, കാശ് കൊണ്ടുപോയി, പിടിച്ചോണ്ട് പോയത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ, ഇദ്ദേഹത്തിനെ പിടിച്ചോണ്ട് പോയിട്ടല്ലേ എന്നെ പിടിച്ചോണ്ട് പോകുള്ളൂ. കാര്യം എന്താ, തഹസീൽദാറിനല്ലേ ആദ്യം പോലീസ് പിടിക്കത്തുള്ളൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഇതിന്റെ ലീഗാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി തന്നത്. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന് ഒരു നല്ല കയ്യടി വേണം. കാര്യം അതിനുശേഷം ഇന്ന് കാണുന്ന പ്രൗഢിയിലൊന്നും നിൽക്കുന്ന ആളുകളല്ല. അനീഷ് സാറും അനൂപ് സാറൊക്കെ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ ഇന്ന് നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഒരാളെ കൊണ്ടുവന്ന് വെച്ച് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആശങ്ക. എനിക്ക് തോന്നുന്നു NTC റാങ്കൊക്കെ ആണെന്ന് തോന്നുന്നു, അല്ലേ സാറേ? റാങ്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അന്നൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അപ്ലയൻസ് ആണെങ്കിൽ ഇന്നിവിടെ നമ്മളൊരു തീരുമാനമെടുത്ത് ഇറങ്ങി തിരിച്ചപ്പോൾ ഈ എന്താ പറയാ, കേരളത്തിനകത്തും പുറത്തും വേൾഡിലെ തന്നെ നമ്പർ 1 ആകാൻ പോകുന്ന ഒരു ഗ്രീൻ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിച്ചു എന്നതാണ്. കാര്യം അതെടുത്ത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്തുകൊണ്ടാന്ന്. ഞാൻ എവിടെ ചെന്നാലും GCIയിൽ സുമി അല്ലേ എന്നാണ് എന്നോട് ആൾക്കാർ ചോദിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, അത് അവരുടെ
കഴിവാണ്. കാര്യം കമ്പനിയിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് സാധാരണ ഒരു വീട്ടമ്മയായി കടന്നു വന്ന എന്നെ ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരുന്നു. സ്ത്രീകളുടേതായ എല്ലാ ബലഹീനതകളും ഉണ്ടായിട്ട് പോലും പലപ്പോഴും കരഞ്ഞു പോയി വിളിച്ചൊക്കെ ഞാൻ അനൂപ് സാറിനെ വിളിക്കുമ്പോൾ അനൂപ് സാർ പറയും സുമി എല്ലാം ശരിയാവും. അപ്പൊ ഞാൻ വിചാരിക്കും ഇദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്റെ വീട്ടിലെ പ്രശ്നം എനിക്കല്ലേ അറിയൂ എന്ന് വിചാരിച്ച് പലപ്പോഴും RTPകൾക്കും LTPകൾക്കും ഒക്കെ കരഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വളരെ വളരെ സന്തോഷത്തിൽ പറയുന്നു, അന്ന് വിട്ടുപോയിരുന്നെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമായിട്ട് ഇന്നിവിടെ ഉണ്ടാവില്ലായിരുന്നു. 2018 മനോരമയുടെ ആഴ്ചപ്പതിപ്പിൽ എന്നെ പറ്റി ഒരു ഫീച്ചർ വന്നപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി. അതും എൻ്റെ അപ്ലയൻസിന്റെ സഹായത്തോടു കൂടിയാണ് അന്ന് അങ്ങനെ ഒരു ഫീച്ചർ വരാൻ എന്നെ തന്നെ ആ മനോരമക്കാർ തിരഞ്ഞെടുത്തത്. കാര്യം എൻ്റെ കുടുംബക്കാരും എൻ്റെ കൂട്ടുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ മരുന്ന് കഴിച്ച് ചത്തുപോകും, നിന്റെ പടം പത്രത്തിൽ വരും എന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹം സാധിച്ചു. മനോരമ വീക്കിലിയിൽ സുമിതയെ മാതൃകയാക്കാം എന്നൊരു ഫീച്ചർ വന്നെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സങ്കടപ്പെട്ടിട്ടും ഞാൻ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിന്നതുകൊണ്ട് 2024 വീണ്ടും എന്നെ പറ്റി ഒരു ഫീച്ചർ എഴുതി. എന്താണ്? സുസ്മിതം സുമിത. അപ്പൊ കാണാൻ കൊള്ളാവുന്ന ലെവലിലേക്കൊക്കെ ആയപ്പോ ഇച്ചിരി നല്ല ഫോട്ടോ ഒക്കെ വെച്ചു ഇതും ചിരിക്കണം. സത്യം എന്റെ പഴയ പോലെ ഇങ്ങനൊന്നല്ല അനുസാരം കണ്ണൂത്തിരിക്കുന്നു. സുമി ഇനി സത്യം മുഴുവൻ വിളിച്ചു പറയുന്നു. കാര്യം ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും എൻ്റെ സഹോദരന്മാരും സഹോദരികളുമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇവിടുന്ന് മോട്ടിവേഷൻ കേട്ട് ചാൾ സാറിന്റെയും മിഥുൻ സാറിന്റെയും എന്റെയും അനീസ് സാറിന്റെ അനൂപ് സാറിന്റെ ഒക്കെ മോട്ടിവേഷൻ കേട്ട് ബലൂൺ വീർപ്പിച്ച പോലെ നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ രൂപത്തിലോ ഭർത്താവിന്റെ രൂപത്തിലോ അമ്മായിയപ്പന്റെ രൂപത്തിലോ കൂട്ടുകാരുടെ രൂപത്തിലോ ഒക്കെ സൂചിയായിട്ട് ആളുകൾ നിൽക്കുന്നുണ്ടാവും. അപ്പൊ വിശ്രമിച്ച് നിൽക്കണ്ടെന്നേ ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ എയർ ഒന്ന് പതുക്കെ അഴിച്ചു വിട്ടിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ, വിട്ടുകൊടുക്കാതെ നമ്മൾ പിടിച്ചു നിൽക്കുവാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള തെളിവാണ് ഇവിടെ വന്നു പോകുന്ന ഓരോ ലീഡേഴ്സും. ആ വാടക വീട്ടിൽ വാടക കൊടുക്കാൻ